യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി തീർക്കുന്നു. അതിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കുമ്പോൾ ദൈവം നമുക്ക് ആത്മാവിൻ്റെ ദാനങ്ങൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ കഴിയുന്നുണ്ടല്ലോ. പ്രത്യേകാൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് സ്വയമായിട്ട് ദൈവത്തിന് വേണ്ടവണ്ണം ശരിയായിട്ട് പ്രയോജനപ്പെടാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദൈവം തൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ, ആത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ദൈവത്തിനായി പ്രയോജനപ്പെടുന്നവരായ ആളുകൾ തങ്ങൾ കൂടുതൽ ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ ആത്മാവിൻ്റെ ദാനങ്ങൾ ആവശ്യമാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലും ആ ആവശ്യബോധത്തിലും അതിൻ്റെതായിട്ടുള്ള വാഞ്ചയിലും നമ്മൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയല്ലേ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നത്, നിങ്ങൾ ശ്രേഷ്ഠ വരങ്ങൾക്കായി വാഞ്ചിക്കണം എന്നുള്ളത്. കാരണം ആ വരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതായ ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനായി പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ മെച്ചമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാക്കളെ വിവേചിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അത് ഒരു വരമായിട്ട് തന്നെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ധാരാളം ആത്മാക്കൾ ഇന്ന് ലോകത്തിലുണ്ട്. ഈ ആത്മാക്കൾ എന്ന് പറയുന്നത് പിശാചിന്റെ ആത്മാക്കളാകട്ടോ. അതിനർത്ഥം പിശാച് പല വിധത്തിൽ നമ്മെ ചതിക്കുവാൻ നോക്കുന്നുണ്ട്. നോക്കൂ, കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നവരുടെ അടുക്കിലേക്കാണ് ഇപ്രകാരം ആത്മാക്കൾ പലവിധമായ വേഷങ്ങളിൽ കടന്നു വരുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 2 കൊരിന്ത്യർ 11 അധ്യായം അതിന്റെ 15 വാക്യം നമുക്ക് വായിക്കാം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു കാര്യം പറയുമ്പോൾ അന്നത്തെ ആ കൊരിന്ത്യ സഭയിൽ ഇപ്രകാരമുള്ള ആത്മാക്കൾ ഉണ്ടായിരുന്നു. നമ്മൾ ആത്മാക്കൾ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ആത്മാക്കളെ കാണാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും നമുക്ക് ആത്മാക്കളെ കാണാൻ കഴിയത്തില്ല. പക്ഷേ ആത്മാക്കൾ പ്രവേശിച്ചവരായി ആ പിശാചിന്റെ ആത്മാവ് ഉദ്ദേശിച്ചതായ കാര്യം ചെയ്യുന്നവരായ ആളുകൾ അന്ന് ഈ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ കൊരിന്ത്യ സഭയിലുള്ള ദൈവമക്കളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ട് അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ അവർ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു, എന്നിട്ട് അവർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു. നോക്കൂ, എന്താണ് അവിടെയുള്ള ആളുകൾ ചിന്തിക്കുന്നത്? നമുക്കറിയാം, ഇന്നും ആളുകൾ നോക്കുന്നത് എന്താ? ഒരാളുടെ ഔട്ടർ പെർഫോമൻസ് ആയിരിക്കും. ഒരുപക്ഷെ നീതിയോടെ ദൈവമുഖം മാത്രം നോക്കി ശുശ്രൂഷിക്കുന്നവരായ ദൈവദാസന്മാർ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ, അവരിൽ നിന്നൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്ന എന്താ? ഞാൻ പരിശോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ആളുകളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിൽ കാണുന്നതായ അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നുള്ളതാണ്. അതിൽ രോഗസൗഖ്യമുണ്ട്, സാമ്പത്തികമായ അഭിവൃദ്ധികളുണ്ട്, അതേപോലെ തന്നെ വാഗ്ദാനങ്ങൾ, അവരെ സന്തോഷിപ്പിക്കുന്നതായ ശുശ്രൂഷകൾ, ഇതെല്ലാം ആളുകൾ വളരെയധികം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ ഡിമാൻഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പിശാച് എന്തു ചെയ്യുന്നു? ആ കാര്യങ്ങളെ അവർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരുടെ പുറകാലെ അവരുടെ അനുയായികളാക്കി അവരെ തീർക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ചില ആളുകളൊക്കെ പറയാറില്ലേ, ഇന്ന് നിനക്ക് വിടുതല, ഇന്ന് നിനക്ക് സൗഖ്യമാണ്. പക്ഷേ എന്നെ വിളിക്കുന്നവരെ ആളുകളുണ്ട്, അപ്രകാരമുള്ള മീറ്റിങ്ങിലൊക്കെ പോയി സംബന്ധിച്ചിട്ട് ഇന്ന് നിനക്ക് വിടുതലാണ് എന്ന് കേട്ടവരെ ആളുകൾ വളരെ നിരാശയോടുകൂടെ എന്നെ വിളിക്കാറുണ്ട്. ബ്രദറെ, ഞാൻ ഇന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ പ്രസംഗിച്ചതായ ആൾ ഇപ്രകാരം പറഞ്ഞു, ഇന്ന് നിനക്ക് വിടുതല, പക്ഷേ നാളിതുവരെയായിട്ട് പറഞ്ഞിട്ട് ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞു, എനിക്ക് ആ വിടുതൽ അനുഭവിക്കാൻ സാധിച്ചില്ല. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ കുറവാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനായിട്ടാണ് ആ യോഗത്തിൽ പോയത്? നിങ്ങൾ എന്ത് പ്രാപിക്കാനാണ് പോയത്? വാസ്തവത്തിൽ അവർ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാനല്ല പോയത്. അവർ ഇപ്രകാരം ഭൗതികമായ ചില അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ പോയപ്പോൾ അന്ന് ആ സ്റ്റേജിൽ പറഞ്ഞ ആള് ഇപ്രകാരം പറഞ്ഞു, നിനക്കിന്ന് വിടുതല എന്ന് പറഞ്ഞ് അയാളെ തെറ്റിദ്ധരിപ്പിച്ചു. നോക്കൂ, ആത്യന്തികമായി എന്താണ് സംഭവിക്കുന്നത്?
അനേകരുടെ ദൈവവിശ്വാസം തകർന്നു പോകുന്നതായ അനുഭവമുണ്ട്. നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായി കാണുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, ഇത് ഏത് ആത്മാവിലാണ്. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമായിരിക്കാം, നിനക്കിന്ന് സൗഖ്യമുണ്ട്, നിനക്കിന്ന് വിടുതലുണ്ട്, നിന്റെ വീടിന്റെ അവസ്ഥ മാറാൻ പോകുക, നിനക്ക് പുതിയ കാർ ലഭിക്കും, നിന്റെ ലെവൽ മാറാൻ പോകുക. ഇങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് ദൈവത്തിൽ നിന്നാണ്. കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ദൈവത്തിൽ നിന്ന് നമ്മൾ ആത്യന്തികമായി പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. ഈ ലോകത്തിൽ മാന്യമായി ജീവിക്കാനല്ല നമ്മൾ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത്. മറിച്ച് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നിത്യജീവനാണ്, ദൈവരാജ്യമാണ്. അങ്ങനെയല്ലേ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്? മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതി മനുഷ്യക്കുക എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ്, അതിന് നേരെ എതിരായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഈ ലോക രാജ്യത്തിന് വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം ഒരിക്കലും ഈ ലോകത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള വചനമല്ല പറയുന്നത്, മറിച്ച് നിത്യജീവനെ കുറിച്ചുള്ള, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വചനമാണ്. നോക്കൂ, ഇത് പിശാച് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അനേകരുടെ വിശ്വാസം മറിച്ച് കളയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ദൈവീകമെന്നവണ്ണം മതപരമെന്നവണ്ണം നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട്, ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ ചിന്തിപ്പിച്ചുകൊണ്ട് നമ്മെ പരീക്ഷിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതിൽ നമ്മൾ വിവേചിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, എനിക്ക് ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം ലഭിക്കണമേ. ആത്മാക്കളെ വിവേചിക്കെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ കടന്നു വന്ന് പ്രസംഗിക്കുന്നവരായ ആളുകൾ, നമ്മെ ആത്മീയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെ ആളുകൾ, അവർ പറയുന്നത് ദൈവവചന പ്രകാരമാണോ, പിശാചിന്റെ ഉപദേശമാണ് അവർ പറയുന്നത്? ഇവരുടേതായിട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അനേക ആളുകളെ കുറിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു സത്യം പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയുടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പിശാചിന്റെ പ്രവൃത്തി, പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്ട് 3 തരത്തിലാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. ഒന്നാമത്, വളരെയധികം കൗശലമുള്ളതായ പാമ്പ് എന്ന പോലെ, സർപ്പം എന്ന പോലെ. രണ്ടാമതായിട്ട്, അലറുന്ന സിംഹം എന്ന പോലെ. മൂന്നാമതായിട്ട്, നമ്മളുടെ വായിച്ചതായ വെളിച്ചദൂതനെ പോലെയാണ് പിശാച് ആളുകളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. ആദമിന്റെയും ഹവ്വയുടെ അടുക്കൽ സർപ്പം എങ്ങനെയാണ് കടന്നു വന്നത്? അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് അവർ പലപ്പോഴും ആ മനോഹരമായ പഴം കാണാറുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഒരു ശബ്ദം അതിന്റെ പുറകിലുണ്ട്. ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്മാൻ നല്ലതും കാൺമാൻ കാമ്യവും എന്ന് എപ്പോഴും കാണുന്നതായ ഈ ആദമും ഹവയും, പക്ഷേ ദൈവത്തിന്റെ വചനത്തിന്, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ആ പഴം പറിച്ചില്ല, അതിനടുക്കിലേക്ക് പോയില്ല. എന്നാൽ അവരുടെ ആ വിചാരത്തെയും വികാരങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് പിശാച് സർപ്പം എന്നവണ്ണം അതിബുദ്ധിമാനായി ആ മാതാപിതാക്കളെ കബളിപ്പിക്കുവാനിടയായി തീർന്നു. ഇന്നും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും ആത്മീയമായ വിഷയത്തിൽ പോലും നമ്മുടെ വിചാരങ്ങളും വികാരങ്ങൾക്കും പിശാച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനനുസരിച്ചാണ് അവൻ സംസാരിക്കുന്നത്. ഇന്നും അങ്ങനെയല്ലേ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ അനേകർ എന്നോട് പറയാറുണ്ട്, കുറച്ചുകൂടെ വിടുതലിന്റെ സന്ദേശം പറയണം, കുറച്ചുകൂടെ ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ വികാരങ്ങളെ സുഖിപ്പിക്കുന്നതായ സന്ദേശങ്ങൾ പറയണമെന്നുള്ളത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പിശാചാണ് അത് പലപ്പോഴും ചെയ്യുന്നത്. ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മുടെ വികാരങ്ങളെ ഉണർത്താനോ നമ്മുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി. മറിച്ച് ദൈവം എപ്പോഴും നമ്മെക്കുറിച്ചുള്ള തൻ്റെ പദ്ധതി പ്രകാരം നമ്മെ ഏറ്റവും ശ്രേഷ്ഠമായി അനുഗ്രഹിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മുടെ പിതാവാണ്, അല്ലേ? ഒരു പിതാവും അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ ഇങ്ങനെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സ്വാഭാവികമായിട്ടും വിചാരങ്ങളും വികാരങ്ങളും ഉണ്ട്. അവർ അതുകൊണ്ട് അതിൻ്റെയൊക്കെ പുറകെ പോകാറുണ്ട്. പക്ഷെ മാതാപിതാക്കൾ എപ്പോഴും പറയും, നീ അങ്ങനെ പോകരുത്, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ പോകരുത്. കാരണം നമുക്കറിയാം അങ്ങനെ പോയാൽ അവർക്കുണ്ടാകുന്ന അപകടം എന്താണെന്നുള്ളത്. ദൈവം എപ്പോഴും തൻ്റെ വചനത്തിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മെ ദൈവം തനിക്ക് തോന്നുന്നത് പോലെ അല്ലെങ്കിൽ താൻ ചിന്തിക്കുന്ന പോലെ ഉള്ള ജീവിതങ്ങളാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അലറുന്ന സിംഹം എന്ന പോലെ. അതായത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഓർത്തുകൊണ്ട് അവൻ ലോകമെമ്പാടും ഊടാടി സഞ്ചരിക്കുന്നു.
അങ്ങനെയുള്ള ഒരു സാത്താൻ യോബിനെ വിഴുങ്ങുവാൻ യോബിന്റെ അടുക്കിലേക്ക് അലറിച്ചെന്നതായ അതേ സാത്താനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെയാണ് ഇന്നും പിശാച് പ്രവർത്തിക്കുന്നത്. നമ്മെ ഉപദ്രവിക്കുവാൻ, നമ്മെ തള്ളിക്കളയുവാൻ, നമ്മെ ദേശത്ത് ഒരു അപമാനമാക്കുവാൻ, അതേ എന്നേക്കുമായി നമ്മുടെ ഓർമ്മ നമ്മുടെ ഭവനത്തിൽ നിന്നും ദേശത്തു നിന്നും ഇല്ലായ്മ ചെയ്യുവാൻ ഒരു അലറുന്ന സിംഹം എന്ന പോലെ പിശാച് കടന്നു വരുന്നുണ്ട്. മൂന്നാമതായിട്ട് വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നതായ പിശാച്. നമ്മളിവിടെ ചിന്തിച്ചതുപോലെ വേഷത്തിൽ ഒരു അപ്പോസ്തലൻ എന്ന് തോന്നും, പക്ഷേ അവർ സ്വയമായി അപ്പോസ്തലന്മാർ ആകുന്നതാണ്. അവർ സ്വയമായി അപ്പോസ്തലൻ എന്നുള്ള ടൈറ്റിൽ കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അതിനർത്ഥം ഡിസീവ് മെനി പീപ്പിൾ എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ എല്ലാവരെയും ചതിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ചതിച്ച് അവരുടെ പണം തൻ്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ രാജ്യം വിസ്തൃതമാക്കാനാണ് ഇങ്ങനെ സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാർ തുനിയുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഇത് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ഇതുണ്ടായിരുന്നെങ്കിൽ ഈ 21-ാമത്തെ നൂറ്റാണ്ടിൽ ഇത് എത്ര അധികമായി ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശ്രദ്ധിക്കുക, ദൈവവചനത്തിൽ കൂടെ അല്ലാതെ ഏതൊരു ശുശ്രൂഷയും അത് സാത്താനികമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വിവേചനത്തിൻ്റെ വരം ആവശ്യമാണ്. ഇന്നും അനേക ആളുകൾ, വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ കപട അപ്പോസ്തലന്മാരുടെ കീഴിലും അതേപോലെ തന്നെ സാത്താൻ വെളിച്ചദൂതനായി നിൽക്കുന്നതായ അനുഭവത്തിൻ്റെ ഇടയിലും അതുപോലെ വളരെ കൗശലമുള്ള ആ പാമ്പ് എന്ന പോലെ അനേക ആളുകൾ പിശാചിൻ്റെ കൗശലത്തിൽ അകപ്പെട്ട് അവർക്ക് നിത്യജീവനെക്കുറിച്ചോ ദൈവവചനപ്രകാരം വളരുന്നതിനെക്കുറിച്ചുള്ള പ്രാധാന്യമോ ഇല്ലാതെ ജീവിക്കുന്നവരായ അനേക ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇവർ വചനം കേൾക്കുന്നില്ലേ, ഇവരെന്താ ബൈബിൾ വായിക്കുന്നില്ലേ? ഇവർ ബൈബിൾ വായിക്കാത്തതുകൊണ്ടോ വചനം കേൾക്കാത്തതുകൊണ്ടല്ല, മറിച്ച് ആത്മീകമായി വിവേചിക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ദൈവമേ ആത്മീകമായി വിവേചിക്കുവാൻ നീ എനിക്ക് ശക്തി തരണമെന്ന് നമ്മൾ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കണം. ബെരോവയിലെ ആളുകളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്, അവർ പ്രസംഗം കേൾക്കുക മാത്രമായിരുന്നില്ല, വചനത്തിന്റെ ആ ശുശ്രൂഷ അനുഭവിക്കുക മാത്രമായിരുന്നില്ല, ആ വചനം അങ്ങനെ തന്നെയാണോ എന്നുള്ളത് അവർ ദിനം പ്രതി പരിശോധിച്ചുകൊണ്ടിരുന്നു. അതിനുള്ള ഒരു ആത്മീക വിവേചനം അവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം ഒരു ആത്മീകമായ വിവേചന വരം ദൈവം നമുക്ക് നൽകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയുള്ള ആ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് തുടരുവാനും ഇപ്രകാരം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ആത്മാവിനാലുള്ള ആ വിവേചനത്തിൻ്റെ വരം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വരുന്നതായ എല്ലാ വിഷയങ്ങളെയും ആത്മീയമായി വിവേചിച്ച് മുന്നോട്ട് പോകുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും ഏതെങ്കിലും ആവശ്യങ്ങളുടെ മുമ്പിലായിരിക്കുന്നെങ്കിൽ, അവരുടെ വിഷയങ്ങൾ ആരോടും പറയാൻ കഴിയാത്ത വിഷയങ്ങളാണെങ്കിൽ, കർത്താവെ, അവരുടെ ഹൃദയത്തിന് ചിന്തനങ്ങളെ അങ്ങ് പരിശോധിച്ച് നീ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.